Hi friends, welcome back to my channel. In I am a colorful rice recipe aitana nalle healthy aya beetroot rice inde recipe aitana. Beetroot and rice combination super tasty ah appo ellarum idu try cheyi nokkane. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ബിരിയാണി അരി നല്ലോണം കഴുകി അരമണിക്കൂർ ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബിരിയാണി റൈസ് ഇല്ലെങ്കിൽ നോർമൽ റൈസും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ നമുക്കിത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് നമുക്കൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇഫ് നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യ് നല്ലൊരു ടേസ്റ്റ് തരും. അതിനകത്തോട്ട് 3 ഗ്രാമ്പു, ഒരു ചെറിയ സിനമൺ സ്റ്റിക്ക്, ഒരു സ്റ്റാർ, പിന്നെ 1 ടീസ്പൂൺ ജീരകം മൂടിയിട്ട് നമുക്കിത് നല്ലോണം എണ്ണയ്ക്കകത്ത് മിക്സാക്കി എടുക്കാം. ഈ ജീരകം ഒന്ന് സ്പ്ലട്ടർ ആവുന്ന വരെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ജീരകം സ്പ്ലട്ടറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 മീഡിയം സൈസ് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ട് നമുക്ക് ഈ നെയ്ക്കകത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഉപ്പിടുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വെന്ത് വരും. നമുക്ക് ഉള്ളി ജസ്റ്റ് സ്ലൈറ്റ്ലി ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഒത്തിരി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ സ്ലൈറ്റ്ലി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ചില്ലി പൗഡർ നിങ്ങൾക്ക് എരിവനുസരിച്ച് ഇടാവുന്നതാണ്. അതിനകത്തോട്ട് 1/2 ടൊമാറ്റോ, 1 ടീസ്പൂൺ പുദീന. ഈ പുദീന നമ്മുടെ റൈസ് നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ ടൊമാറ്റോ ഒന്ന് കുക്ക് ആവുന്ന വരെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ടൊമാറ്റോ അതിന് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ബീട്രൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 1/2 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. 1/2 ബീട്രൂട്ട് ക്യൂബായിട്ട് എടുക്കണം. ആ ക്യൂബ് മൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പം ഈ ബീട്രൂട്ട് നല്ലോണം കുക്കായി വരണം. ഓൾമോസ്റ്റ് 2 മിനിറ്റ്സ് നമ്മൾ ഇതൊന്ന് സോട്ട് ചെയ്താൽ മതി. നമ്മൾ ബീട്രൂട്ട് കുക്കായി വരും. അപ്പോൾ എൻ്റെ ബീട്രൂട്ട് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് റൈസ് മൂടിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ 1 മിനിറ്റ് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. റൈസും ഈ ബീട്രൂട്ടിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഈ റൈസിനകത്ത് മിക്സായി വരണം. അപ്പോൾ എൻ്റെ റൈസും ബീട്രൂട്ടെല്ലാം നല്ല മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ ലെമൺ കൂടെ ഒഴിച്ച് നമുക്കിത് നല്ലോണം മിക്സ് ആക്കി എടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ട് ഇനിയും 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. 2.5 കപ്പ് വെള്ളം. 1 കപ്പ് അരിക്ക് നമ്മൾ 2.5 കപ്പ് വെള്ളം എടുക്കുന്നത്. ഇതിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. ഇനി ഉപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് മതി. നമ്മുടെ റൈസ് ഒന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ റൈസ് നല്ലോണം റെഡി ആയിട്ടുണ്ട്. എൻ്റെ മേലിലോട്ട് നമുക്ക് മലയാളം കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പം ബീട്രൂട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.